ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ കാര്യമാണ്. ഡെഫിനിഷൻ കാണാം. ഫോർ എ സ്റ്റഡി ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ്, സം ഓഫ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അതിനുശേഷം നമ്മളതിൽ കണ്ടൊരു കാര്യമാണ് ഡയഗ്രത്തെക്കുറിച്ച് പറഞ്ഞു. ഈ പൈപ്പിൻ്റെ ഇവിടെ വണ്ണം കുറവാണ്, ഇവിടെ വണ്ണം കൂടുതലാണ്. ഇതാണ് വേരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള പൈപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടേക്കുള്ള ഹൈറ്റ് H1, ഇവിടേക്കുള്ള ഹൈറ്റ് H2, ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇതാണ് റീജിയൻ BC എടുത്തു, ഇവിടെ DE എന്നുള്ള റീജിയനുമാണ് എടുത്തത്. അപ്പോൾ ഈ റീജിയനിലുള്ള എല്ലാ കാര്യങ്ങളും 1 ആയിട്ട് എടുക്കുന്നു. വർക്ക് ഡൺ W1, ഫോഴ്സ് F1, പ്രഷർ P1, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1, വെലോസിറ്റി V1, ആ രീതിയിൽ. ഇവിടെ ഈ ഭാഗത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും 2 ആയിട്ട് എടുക്കുക. വർക്ക് ഡൺ W2, പ്രഷർ P2, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2, വെലോസിറ്റി V2, ഫോഴ്സ് P2 എന്നുള്ള രീതിയിൽ എടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം, ഒരൊറ്റ ടൈം, ഒരു നിമിഷത്തിൽ ബിയിൽ നിന്ന് സിയിലേക്ക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ സെയിം ടൈമിൽ ഡിയിൽ നിന്ന് ഇയിലേക്കും ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഭാഗത്തുള്ള വർക്ക് ഡൺ കാണുന്ന ഇക്വേഷനാണ് W1, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിന് പകരം നമ്മൾ P1 A1 എന്ന് കൊടുത്തു. അതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം വെലോസിറ്റി ഇൻറ്റു ടൈം എന്നുള്ള ഇക്വേഷൻ കൊടുത്തു. ഇതിലെ A1 V1 ഡെൽറ്റ ടി, A1 V1 ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ വോള്യം ആണ്. സോ W1 is equal to P1 delta V. W1 is equal to P1 delta V എന്ന് കിട്ടി. സിമിലർലി W2 is equal to P2 delta V എന്നും എഴുതിയെടുത്തു. അപ്പോൾ ഇതിലെ നെറ്റ് വർക്ക് ഡൺ, ഡിഫറൻസ് ഇൻ ദ വർക്ക് ഡൺ, W1 മൈനസ് W2 ആണ് നെറ്റ് വർക്ക് ഡൺ. ഇപ്പോൾ W1 എന്ന് പറഞ്ഞാൽ P1 ഡെൽറ്റ വി ആണ്, W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P2 ഡെൽറ്റ വി ആണ്. P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതി. അതായത് ഇതിൽ ഡെൽറ്റ വി രണ്ടും കോമൺ ആണ്. അത് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുത്ത് എഴുതിയപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ വർക്ക് ഡൺ, ഒരു വർക്ക് ഡൺ എന്ന് വെച്ചാൽ നമ്മൾ ഒരു എനർജി ചിലവാക്കിയാൽ അതിൽ ഒരു ഭാഗം കൈനറ്റിക് എനർജി, ബാക്കി പൊട്ടൻഷ്യൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും എല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെയും നമുക്ക് പറയാം. ഒരു എനർജി നമ്മളൊരു ബോഡിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗം ചിലപ്പം കൈനറ്റിക് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടും, ബാക്കി പൊട്ടൻഷ്യൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പം അങ്ങനെ നമുക്ക് വർക്ക് എനർജി തിയറി പ്രകാരം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എനർജി എന്നൊരു പോയിന്റ് ഉണ്ട്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എനർജി, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എനർജി. അതാണ് വർക്ക് എനർജി തിയറി പറയുന്ന ഇക്വേഷൻ നമ്പർ 2. ഇതിലെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എഴുതിയത് നമ്മൾ ഹാഫ് mv² മൈനസ് ഹാഫ് mv². ഇതിൽ ഹാഫ് എം ഇവിടെയുണ്ട്, കോമൺ ആണ്. ഹാഫ് എം ഇൻറ്റു നമ്മൾ V2² മൈനസ് V1² എന്ന് എഴുതിയെടുത്തു. റെഡി. ഈ മാസിനെ നമ്മൾ എന്താക്കി, ഡെൽറ്റ വി ഇൻറ്റു റോ. നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു മാസ് ബൈ വോള്യം ആണ്. അപ്പോൾ മാസ് ഇസ് ഈക്വൽ ടു വോള്യം ഇൻറ്റു ഡെൻസിറ്റി എന്നാണ് ഇക്വേഷൻ നമ്പർ 3. അതേപോലെ പൊട്ടൻഷ്യൽ എനർജി mgH2 മൈനസ് mgH1. ഈ mg ഇവിടെയും ഉണ്ട്, കോമൺ ആണ്. അപ്പോൾ mg ഇൻറ്റു H2 മൈനസ് H1 എന്ന് എഴുതി. എമ്മിന് പകരം ഡെൽറ്റ വി റോ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ 3, 4 അതാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ഇക്വേഷൻ 1 ആണ് ഡെൽറ്റ W. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇക്വേഷൻ നമ്പർ 2 ഡെൽറ്റ W ഉണ്ട്, അതേപോലെ KE ഉണ്ട്, P ഉണ്ട്. ഈ സ്ഥലത്തേക്കൊക്കെ നമ്മൾ ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് കിട്ടിയ ഇക്വേഷൻ ആണ് ഇത്. ഡെൽറ്റ W ആണ്, ഡെൽറ്റ KE ആണ്, ഡെൽറ്റ PE ആണ്. ഇതിൽ ഇവിടെ ഡെൽറ്റ വി ഉണ്ട്. ഓരോ ടേമിനെയും ഡെൽറ്റ I കൊണ്ട് ഇപ്പുറത്ത് ഡെൽറ്റ I കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡെൽറ്റ വി ക്യാൻസൽ ചെയ്യും. ഇവിടെ ഡെൽറ്റ വി ഉണ്ടാവും ഡിവൈഡ് ബൈ, അപ്പോൾ അതും ഇതും ക്യാൻസൽ ചെയ്തു. ഇവിടെ ഡെൽറ്റ വി ബൈ ഡെൽറ്റ വി ഉണ്ടെങ്കിൽ അതും ഇതും ക്യാൻസൽ ചെയ്യും. ഇവിടെയും ക്യാൻസൽ ചെയ്തുമ്പോൾ ഇങ്ങനെ വരും ബാക്കി. ഇതിൽ നോക്കി നിങ്ങൾ, ഇവിടെ P1 ഇത് മൈനസ് ഹാഫ് റോ V1², ഇവിടെ മൈനസ് റോ GH1. ഈ മൈനസ് ഉള്ള ടേമിനെ ഈക്വൽ സൈഡ് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു.
അപ്പോൾ P1 ഇവിടെ ഓൾറെഡി ഉണ്ട്, മൈനസ് ഹാഫ് റോ V1² കൊണ്ടുപോകുമ്പോൾ പ്ലസ് ഹാഫ് റോ V1² എന്നാകും. ഈ മൈനസ് റോ GH1 കൊണ്ടുപോകുമ്പോൾ പ്ലസ് റോ GH1 എന്നാവുകയും ചെയ്യും. ഈസ് ഈക്വൽ ടു ഈ മൈനസ് P2 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് P2 ആവും. P2 പ്ലസ് ഇവിടെ ഉണ്ട് ഹാഫ് റോ V2² ഉണ്ട്, റോ GH2 ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ഒരു പൈപ്പിൻ്റെ ഒരു ഭാഗത്തുള്ള ഇത് മൂന്നും കൂടി കൂട്ടിയപ്പോൾ ആ പൈപ്പിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ഈ മൂന്ന് കാര്യങ്ങളും കൂട്ടുമ്പോൾ സെയിം ആ കിട്ടുന്നത്. പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൈപ്പിൻ്റെ ഏത് ഭാഗത്ത് നോക്കുമ്പോൾ ഒരേ സംഖ്യ കിട്ടുന്നു. സോ നമുക്ക് എഴുതാം P പ്ലസ് ഹാഫ് റോ V² പ്ലസ് റോ GH is a constant. ദിസ് ഈസ് ബെർണോളിസ് ഇക്വേഷൻ. അതിൽ P എന്താണ്, ഹാഫ് റോ V² എന്താണ്, റോ GH എന്താണ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിൽ സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ഈ പിന്നെ H1 H2, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡയഗ്രത്തിലെ ഈ H1 ഉം H2 ഉം സെയിം ആണ് വിചാരിക്കുക. അപ്പോൾ H1 മൈനസ് H2 എന്നുള്ള ടേം ഇല്ല, അത് 0 ആയി പോകും. പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ ഇക്വേഷനിലെ ഈ ടേം ഉണ്ടാവില്ല. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല. അപ്പോൾ P പ്ലസ് ഹാഫ് റോ V² സമം എ കോൺസ്റ്റൻറ്റ്. അതേപോലെ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്നുള്ള ഈ ടേം ഉണ്ടാവില്ല. അപ്പോൾ P പ്ലസ് റോ GH is equal to കോൺസ്റ്റൻറ്റ് എന്ന് കിട്ടും. ഇത് 2 പോയിന്റിൽ എടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. അതിൽ നിന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെ ഇക്വേഷനൊക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, നന്നായിട്ട് വായിച്ച് നോക്കുക.